അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. മറ്റു മുത്തുകളെ സ്വത്തുക്കളെ കരളുകളെ കുളിരുകളെ പഞ്ചാര കുഞ്ചുകളെ നമ്മളെ ജനറ്റിക്സിന്റെ ചാപ്റ്ററിൽ എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു ഭാഗമാണ് മെന്റൽ സൈബർഡൈസേഷൻ, മെന്റലിന്റെ വർഗ്ഗസങ്കര പരീക്ഷണം. അതായത് കുറെ ക്യാപിറ്റൽ ടി സ്മോൾ ടിനായിട്ട് ക്രോസ് ചെയ്യുന്നു, സ്മോൾ ടി ക്യാപിറ്റൽ ടിനെ ക്രോസ് ചെയ്യുന്നു, ഇത് എന്തിനാ ക്രോസ് ചെയ്യുന്നത്, ഇത് എവിടെ നിന്നാ വന്നത്, അങ്ങനെ കുറെ ഡൗട്ടുകൾ ഉണ്ടാവും. സിമ്പിൾ ആണ്. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജയിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞു തരും. അതായത് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെ ക്രോസിംഗ് നടത്തുന്നത് എന്നാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. സിമ്പിൾ ആണ്. നമ്മൾ സയൻസിൽ ഏതൊരു വിഷയം പഠിക്കുകയാണെന്നുണ്ടെങ്കിലും, സയൻസിന്റെ ഏതൊരു ബ്രാഞ്ചിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിലും നമ്മൾക്ക് എക്സ്പെരിമെന്റൽ ബേസ്ഡ് ആയിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റൽ സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും നിങ്ങൾ ഇഷ്ടംപോലെ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ നമ്മൾ ബയോളജിയിൽ ഇപ്പോൾ ജനറ്റിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, എക്സ്പെരിമെന്റ്സ് ചെയ്യണം. എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ട് ആ എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്, അത് മറ്റേ രീതിയിലാണ്, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലാതെ വെറുതെ പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനറ്റിക്സിലും നമ്മൾ ഒരു കാര്യം സൂചിപ്പിക്കുമ്പോൾ, ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള എവിഡൻസ് വേണം. അതിൻ്റെ പിന്നിൽ കൃത്യമായുള്ള എക്സ്പെരിമെന്റ്സ് നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജനറ്റിക്സിൽ എന്ത് നടത്തുന്നത്, എക്സ്പെരിമെന്റ്സ് നടത്തുന്നത്. അപ്പോൾ അടുത്ത ഡൗട്ട് ഉണ്ടാവും, എന്നാൽ പിന്നെ മനുഷ്യന്മാരെ വെച്ചിട്ട് ക്രോസ് ചെയ്താൽ പോരെ, കാരണം അതല്ലേ ഏറ്റവും സിമ്പിൾ, എന്നാൽ നമുക്ക് ഒന്നും കൂടി റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുമല്ലോ. എന്തിനാ വെറുതെ പയർ ചെടിനെ, തോട്ടപ്പയർ ചെടിനെ, പൈസം സറ്റേവിനെ, ഗാർഡൻ പീനെ എന്തിനാ അതിനെടുക്കുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അതും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എടാ സിമ്പിൾ ലോജിക് കേട്ടോ, വളരെ സിമ്പിൾ ലോജിക്കാണ്. ഇപ്പോൾ രണ്ടാളുകളെ ക്രോസ് ചെയ്യണം, രണ്ട് മനുഷ്യന്മാരെ ക്രോസ് ചെയ്യണം, ഒരാണിനും പെണ്ണിനും ക്രോസ് ചെയ്യണം. അപ്പോൾ ഇവരെ രണ്ടാളും പെർമിഷൻ ചോദിക്കണ്ടേ, വേണ്ടേ? എന്നാൽ നേരെ മറിച്ച് രണ്ട് പയറുചെടി ക്രോസ് ചെയ്യാണ്, ഓരോട് പെർമിഷൻ ചോദിക്കണോ, ഞങ്ങൾ ക്രോസ് ചെയ്തോട്ടെ, ഞങ്ങൾ അങ്ങനെ പെർമിഷൻ ചോദിക്കണോ, വേണ്ട. അത് നമുക്ക് സിമ്പിളായിട്ട് ക്രോസ് ചെയ്യാം. ഇനി അത് മാത്രമല്ല, എന്താണ്, പയറുചെടി ഇഷ്ടം പോലെ അവൈലബിളാണ്. ഇപ്പോൾ ഇത് രണ്ട് പയറുചെടിനെ ക്രോസ് ചെയ്തപ്പോൾ അത് ഫ്ലോപ്പായി, എന്നാൽ അടുത്ത പയറുചെടിനെ എടുക്കാം. ഇനി നേരെ മറിച്ച് രണ്ട് മനുഷ്യന്മാരെ ക്രോസ് ചെയ്തപ്പോൾ അത് ഫ്ലോപ്പായി, എന്നിട്ട് അടുത്ത ആൾക്കാരെ വിളിക്കാം. അത് ഭയങ്കര പ്രായോഗികപരമായിട്ട് അതിനൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മാത്രമല്ല, ഒരു പയറുചെടിനെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഫസ്റ്റ് ജനറേഷൻ കിട്ടി, എന്നിട്ട് ആ ഫസ്റ്റ് ജനറേഷൻ കിട്ടിയതിന് നമ്മൾ വീണ്ടും ക്രോസ് ചെയ്യുന്നു, എന്നിട്ട് നമുക്കൊരു 4-5 മാസം കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ കിട്ടും. എന്നാൽ നേരെ മറിച്ച് മനുഷ്യന്മാരുടെ ക്രോസിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനും എൻ്റെ പെണ്ണുങ്ങളും ക്രോസ് ചെയ്തു, എന്നിട്ട് ഞങ്ങൾക്ക് ഒരു തലമുറനെ കിട്ടി വിചാരിക്കുക. ഇനി ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വലുതാവണം, ഇതിനൊരു 10-15 വയസ്സാവണം, അല്ലാതെ ജനിച്ചുമ്പോൾ തന്നെ ക്രോസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അതിനൊരു 10-15 വയസ്സാകുമ്പോഴത്തേന് എന്ത് ചെയ്യും, ആ ക്രോസ് ചെയ്യുന്ന ആൾ ചിലപ്പോൾ മരിച്ചു വയ്ക്കും, മെന്റലി ചിലപ്പോൾ അപ്പത്തിന് മരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യനെ സെലക്ട് ചെയ്യാതിരുന്നത്, പകരം ചെടികളെ സെലക്ട് ചെയ്തത്. ഓക്കെ. പിന്നെ മാത്രമല്ല, ചെടികൾ കുറേ റിസൾട്ട് തരും. മനുഷ്യനെ ക്രോസ് ചെയ്ത 1-2 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പയറുചെടിനെ ക്രോസ് ചെയ്താൽ ഇഷ്ടംപോലെ വിത്തുകൾ കിട്ടും, കുറേ റിസൾട്ട് കിട്ടും. അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. അത് നമുക്ക് പഠിക്കാനൊന്നുമില്ല, എന്നാലും ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഡൗട്ട് ഉണ്ടാവുക. പിന്നെ മൂന്നാമത്തെ ഡൗട്ട് ഉണ്ടാവുക, എന്നാൽ പിന്നെ എന്ത് ചെയ്യുന്നത്, പയറുചെടിനെ ഡയറക്റ്റ് ക്രോസ് ചെയ്ത പോലെ എന്തിനാ കുറേ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഇങ്ങനെ കുറേ ടീകൾ എന്തിനാന്നുള്ളതാണ് അടുത്ത ഡൗട്ട് ഉണ്ടാവുക. സിമ്പിൾ ലോജിക്ക്. അതായത് ഈ പരിപാടി നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇപ്പോൾ പയറുചെടി ഒരു പയറുചെടി വേറൊരു പയറുചെടി ഞാൻ ക്രോസ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്ന് പുതിയൊരു പയറുചെടി ഉണ്ടാവുന്നു, അത് വളർന്ന് വലുതാവുന്നു. അതിനൊക്കെ ഒരു 4-5 ദിവസം, മിനിമം ഒരു 10 ദിവസമെങ്കിലും എടുക്കുന്ന പ്രോസസ്സാണ്. ആ 10 ദിവസം അയാൾ ഇങ്ങനെ നോക്കിക്കേ, ഇപ്പോൾ കാണാൻ വരുന്ന ഒരാളിങ്ങനെ 10 ദിവസം പയറുചെടി വരുന്നു, പോകുന്നു, ക്രോസ് ചെയ്യുന്നു, ഉണ്ടാവുന്നു, ഇതിങ്ങനെ 10 ദിവസം അങ്ങനെ നോക്കിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ടൈം പ്രോസസ്സ്, അത് ടൈം ലാഗിങ് ആണ്, പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്താണ്, ഇത് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു മെത്തേഡ് വേണം. ഇപ്പോൾ നിങ്ങൾ മനുഷ്യന്മാരുടെ കേസിൽ ചിന്തിക്കുക, അതായത് രണ്ടാളെ ക്രോസ് ചെയ്യണം, ഒരാണിനും പെണ്ണിനും ക്രോസ് ചെയ്യാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ക്രോസിങ്, എങ്ങനെ ഉണ്ടാവും, അത് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റൂല. ഓക്കെ. ഇനി അവർക്കൊരു കുട്ടി ഉണ്ടായി, ഞാൻ കുട്ടി വലുതാവുന്ന പ്രോസസ്സ്, അപ്പോൾ ഇതിനൊക്കെ കുറേ ടൈം എടുക്കും, അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇത് 4 ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ പരിപാടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ചെടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ആ ലെറ്ററുകൾ പരസ്പരം എന്ത് ചെയ്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ കിട്ടും, അങ്ങനെ കിട്ടും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ലെറ്ററുകൾ എടുത്തത്. ഓക്കെ. അല്ലാതെ ലെറ്റർ എടുത്തതിൻ്റെ പിന്നിൽ ഭയങ്കരമായിട്ടുള്ള സയന്റിഫിക് എവിഡൻസോ അല്ലെങ്കിൽ സയന്റിഫിക് ലോജിക്കോ ഒന്നുമില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ്, അല്ലെങ്കിൽ ഇത് 4 ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെറ്ററുകൾ ചൂസ് ചെയ്തത് കേട്ടോ. ഇനി എവിടുന്ന് ഈ ലെറ്റർ വന്നു, എവിടുന്ന് ആ ലെറ്റർ വന്നു, അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കരുത്. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത ഡൗട്ട് എന്താ ഉണ്ടാവുക, എന്നാൽ സാർ എന്തിനാ ഇവിടെ ക്യാപിറ്റൽ ടി എടുത്തു, മെന്റൽ ക്യാപിറ്റൽ ടി എടുത്തു, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നു. മെന്റൽ ക്യാപിറ്റൽ ആർ എടുത്തുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ആർ എടുക്കും. മെന്റൽ ക്യാപിറ്റൽ ബി ആർ എടുത്തെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ബി എടുക്കും. മെന്റൽ അത് എടുത്തു, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നു. നമുക്ക് വേറെ ഏത് എടുക്കട്ടോ, പക്ഷെ നമ്മൾ വെറുതെ മെയിൻ ആവണ്ട. തൽക്കാലം നമ്മൾ ഇത് വെച്ച് പഠിച്ചാൽ പോരെ, എന്തിനാ നമ്മൾ വെറുതെ മെയിൻ ആവണു? ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. പോട്ടെ. അപ്പോൾ ഇനി മോണോ ഹൈബ്രിഡ് ക്രോസ്. ഈ ഹൈബ്രിഡ് ക്രോസിൽ ഫസ്റ്റ് ഒരു സ്വഭാവം വെച്ചിട്ടാട്ടോ ക്രോസ് ചെയ്യുന്നത്, ഒരൊറ്റ സ്വഭാവം വെച്ചിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്വഭാവം ഉയരം. ഏതാണ് സ്വഭാവം? ഉയരത്തിന് എത്ര വെറൈറ്റി? 2 വെറൈറ്റി. അതായത് ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും. ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും
ടോള് ഡോർഫ് ഇങ്ങനെ രണ്ട് വെറൈറ്റിയാണ്. അപ്പോൾ ഒരു ടോളിനെയും ഒരു ഡോർഫിനെയും ഒരു ഉയരം കൂടിയതിനെയും ഉയരം കുറഞ്ഞതിനെയും നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ്. നമ്മൾക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഉയരം കൂടിയതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ക്യാപിറ്റൽ ടി എന്ന് റെപ്രസെന്റ് ചെയ്യും, അതായത് വല്യുട്ടി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഉയരം കുറഞ്ഞതിനെ നമ്മൾ സ്മോൾ ടി എന്ന് റെപ്രസെന്റ് ചെയ്യും, അതായത് കുഞ്ഞുട്ടി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇനി ഈ ഉയരം കൂടിയെന്ന് അടുത്ത ജനറേഷനിലേക്ക് ആര് വരും? വല്യുട്ടി, ക്യാപിറ്റൽ ടി വരും. ഉയരം കുറഞ്ഞതിൽ നിന്ന് ആര് വരും? കുഞ്ഞുട്ടി, അതായത് സ്മോൾ ടി. അവിടെ അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ വല്യുട്ടിയും കുഞ്ഞുട്ടിയും ക്രോസ് ചെയ്താൽ എന്തുട്ടി? അത് വല്യുട്ടി. അത് വല്യുട്ടിയോ സാർ? അവിടെ രണ്ടും ഇല്ലേ? വലുതും ചെറുതും വരുമ്പോൾ ആരെ പരിഗണിക്കണം? എടാ, വലുതും ചെറുതും വരുമ്പോൾ വലുതിനെ പരിഗണിക്കണം, ചെറുതിനെ അവഗണിക്കണം. പോടാ എന്ന് പറയണം. അപ്പൊ ഇവിടെ വല്യുട്ടിയും കുഞ്ഞുട്ടി ഉണ്ടായത് കൊണ്ട് അത് ആരുടെ ക്യാരക്ടറാണ് എക്സ്പ്രസ് ചെയ്യുക? വലുതിന്റെ ക്യാരക്ടറാണ് എക്സ്പ്രസ് ചെയ്യുക. എന്ന് വെച്ചാൽ ടോളിന്റെ ക്യാരക്ടർ, ഉയരം കൂടിന്റെ ക്യാരക്ടറാണ് റെപ്രസെന്റ് ചെയ്യുക. സംസാ അപ്പൊ ഇവിടെ എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ടോളിനെ നമ്മൾ ക്യാപിറ്റൽ ടി റെപ്രസെന്റ് ചെയ്യും, അതായത് വല്യുട്ടി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഡോർഫിനെ നമ്മൾ സ്മോൾ ടി എന്ന് റെപ്രസെന്റ് ചെയ്യും, അതായത് കുഞ്ഞുട്ടി എന്ന് റെപ്രസെന്റ് ചെയ്യും. വല്യുട്ടിന്റെ അടുത്ത് നിന്ന് ആര് വരും? വല്യുട്ടി മാത്രമേ വരുള്ളൂ. കുഞ്ഞുട്ടിന്റെ അടുത്ത് നിന്ന് ആര് വരും? കുഞ്ഞുട്ടി മാത്രമേ വരുള്ളൂ. ഈ വല്യുട്ടിയും കുഞ്ഞുട്ടിയും ക്രോസ് ചെയ്താൽ എന്തുട്ടി? അത് വല്യുട്ടി. കാരണം വലുതും ചെറുതും വന്നാൽ ആരെ പരിഗണിക്കണം? വലുതിനെ പരിഗണിക്കണം, ചെറുതിനെ അവഗണിക്കണം. പോടാ എന്ന് പറയണം. അപ്പൊ ഇത് എന്തുട്ടി? ടോള് കുട്ടി, ഉയരം കൂടിയ കുട്ടി, വല്യുട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാം തലമുറ. സെറ്റല്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ ഒന്നാം തലമുറയിൽ വല്യുട്ടിയാണ് കിട്ടിയത്. അതായത് ഒരു ക്യാരക്ടർ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തത്. ഉയരം കൂടിയതാണ് എക്സ്പ്രസ് ചെയ്തത്, ഉയരം കുറഞ്ഞത് എക്സ്പ്രസ് ചെയ്തില്ല. ഞാൻ ഉയരം കൂടിയ ആള്, ഓക്കെ, അങ്ങനെയൊന്നല്ലെങ്കിലും അങ്ങനെയാണെന്ന് വിചാരിക്കാം. എൻ്റെ പെണ്ണുങ്ങൾ ഉയരം കുറഞ്ഞ ആള്, ഞങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ഞങ്ങൾക്കുണ്ടായ ആദ്യ കുട്ടി ഉയരം കൂടിയ കുട്ടി. ഹൈവ എൻ്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തു, എൻ്റെ പെണ്ണുങ്ങൾ എക്സ്പ്രസ് ചെയ്തില്ല. സങ്കടം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടെ ക്രോസ് ചെയ്യും. ഒരു എന്റർടൈൻമെന്റ് കിടക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയിട്ടുള്ള ഈ മുതലിനെ, ഇത് ഫസ്റ്റ് ജനറേഷൻ ആട്ടോ, ഫസ്റ്റ് ജനറേഷൻ. ഓക്കെ, ഈ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയിട്ടുള്ള ഈ മുതൽ, അതായത് വല്യുട്ടി കുഞ്ഞുട്ടി, ഓക്കെ, അപ്പുറത്തും വല്യുട്ടി കുഞ്ഞുട്ടി, ഓനെ നമ്മൾ എന്ത് ചെയ്യും? സെൽഫ് പോളിനേഷൻ ചെയ്യും, സ്വപരാഗണം ചെയ്യും. സെൽഫ് പോളിനേഷൻ, സ്വപരാഗണം. ഇത് കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉള്ളതാണ്. അതായത് ഇതിനായിട്ട് തന്നെ ക്രോസ് ചെയ്യും. ഇതിനായിട്ട് തന്നെ ക്രോസ് ചെയ്യും. അതെങ്ങനെ? അതെല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കേസാണ്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതൊരു ചെടിയാണല്ലോ, ഇതും അതേ ചെടിയാണ്. ഒരു ചെടിനെ ആ ചെടിനായിട്ട് തന്നെ ക്രോസ് ചെയ്യുക. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇതൊരു ചെടിയാണെന്ന് വിചാരിക്കും. ഈ ചെടി, ഇതൊരു പയറച്ചെടി, ഈ പയറച്ചെടിമ തന്നെ ഇതൊരു പയറച്ചെടി, ഈ പയറച്ചെടിമ തന്നെ ആൺപൂവ് ഉണ്ടാവാം, പെൺപൂവ് ഉണ്ടാവാം. ആ ആൺപൂവിനെയും പെൺപൂവിനെയും പരസ്പരം ക്രോസ് ചെയ്തൂടെ? അപ്പൊ അതെന്ത് പോളിനേഷനാണ്? സെൽഫ് പോളിനേഷനാണ്, സ്വപരാഗണമാണ്. കാരണം അതൊരു ഒറ്റ ചെടിയാണ്. നേരത്തെ എന്താണ്? ഉയരം കൂടിയ ഒരു ചെടി, ഉയരം കുറഞ്ഞ വേറൊരു ചെടി, രണ്ടും രണ്ട് ചെടികളാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഉയരം കൂടിയ ഒരൊറ്റ ചെടി, ഇതാ ഈ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയിട്ടുള്ള ഈ ചങ്ങായി, ഇതാ ഉയരം കൂടിയ ഈ ചെടി. ആ ചെടിനെ എന്ത് ചെയ്യുന്നു? ആ ചെടിമേലുള്ള ഒരു ആൺപൂവും ആ ചെടിമേലുള്ള ഒരു പെൺപൂവും അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്രോസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് സെൽഫ് പോളിനേഷൻ, സ്വപരാഗണം എന്ന് പറയുന്നത്. ഇത് മനുഷ്യന്മാരുടെ കേസിൽ എന്നല്ല നടപ്പിലാവില്ല. കാരണം ഞാൻ അങ്ങനെ ഇപ്പൊ ഇന്നേറ്റ് തന്നെ ക്രോസ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ അടുത്ത് രണ്ട് പരിപാടികളുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ അടുത്ത് രണ്ട് ലൈംഗിക അവയവങ്ങളുണ്ടോ? ഇല്ല. അപ്പൊ ഇന്നേറ്റിന്റെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് എന്ത് മനുഷ്യനെ സെലക്ട് ചെയ്യാതിരുന്നത്. സംശ ഓക്കെ. ഇനി ഇവിടുന്ന് നിങ്ങൾ ബുദ്ധി വെച്ച് പറയും, നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. അതായത് ഇവിടെ വല്യുട്ടിയുണ്ട്, കുഞ്ഞുട്ടിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത ജനറേഷനിലേക്ക് ആരൊക്കെ പോകും? വല്യുട്ടിയും പോകും, കുഞ്ഞുട്ടിയും പോകും. ഓക്കെ, ഇവിടെ ആരൊക്കെ ഉണ്ട്? വല്യുട്ടിയുണ്ട്, കുഞ്ഞുട്ടിയുണ്ട്. ഓക്കെ, ഇനിതാ ഈ വല്യുട്ടിയും ക്രോസ് ചെയ്താൽ അത് എന്തുട്ടി? വല്യുട്ടി. കാരണം ഉയരം കൂടിയ കുട്ടി, രണ്ടാളും ക്യാപിറ്റലാണ്. ഉയരം കൂടിയ ടോള് കുട്ടി. ഇനി ഈ വല്യുട്ടിയും ഈ കുഞ്ഞുട്ടിയും ക്രോസ് ചെയ്താൽ അത് എന്തുട്ടി? വലുതും ചെറുതും വന്നാൽ ആരെ പരിഗണിക്കണം? വലുതിനെ പരിഗണിക്കണം, ചെറുതിനെ അവഗണിക്കണം. അപ്പൊ ഇതും ഉയരം ഇതും ഉയരം കൂടിയ കുട്ടി, ടോള് കുട്ടി. ഓക്കെ, ഇനിതാ ഈ കുഞ്ഞുട്ടിയും ഈ വല്യുട്ടിയും ക്രോസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, കുഞ്ഞുട്ടി വല്യുട്ടി എഴുതാം. ഇതെന്താ വരാത്തത്? കുഞ്ഞുട്ടി വല്യുട്ടി എഴുതാം. പക്ഷെ അതൊരു നാക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നേരെ തിരിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതാ വല്യുട്ടി കുഞ്ഞുട്ടി ഇതേപോലെ തന്നെ എഴുതാം. വലുതും ചെറുതും വന്നു. വലുതും ചെറുതും വന്നു. ആരെ പരിഗണിക്കണം? വലുതിനെ പരിഗണിക്കണം. അപ്പൊ ഇത് ഉയരം കൂടിയ ടോള് കുട്ടി. ഇനി കണ്ടോട്ടോ, ഈ കുഞ്ഞുട്ടിയും ക്രോസ് ചെയ്തു, രണ്ടും കുഞ്ഞുട്ടി. അപ്പൊ അത് എന്ത് കുട്ടിയായിരിക്കും? ഡോർഫ് കുട്ടി, അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ കുട്ടി. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന ഈ സ്റ്റെപ്പ് എഴുതുന്നു. ഈ സ്റ്റെപ്പ് എഴുതിയതിന് ശേഷം ഇവിടുന്ന് ആരൊക്കെ വരാം? വല്യുട്ടിയും വരാം, കുഞ്ഞുട്ടിയും വരാം. അപ്പൊ അതിനൊരു വട്ടം കൊടുക്കണം, ഒരു ട്രൗസർ ഇട്ട് കൊടുക്കണം. ഇതാ ഒരു ട്രൗസർ ഇട്ട് കൊടുത്തു. ഇവിടെ ഇതാ വല്യുട്ടി കുഞ്ഞുട്ടി, അപ്പൊ ട്രൗസർ ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഇതാ ക്യാപിറ്റൽ ടി. അവിടുന്ന് ഇങ്ങോട്ട് ഒരാൾ വരുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? ട്രൗസർ ഇട്ട് കൊടുക്കണം. ഇവനും ട്രൗസർ ഇട്ട് കൊടുക്കണം. ട്രൗസർ ഈസ് മസ്റ്റ്. ആ ഒരു വട്ടട്ടെടുക്കൽ മസ്റ്റ് ആട്ടോ. ആ വട്ടടാതിരുന്നാൽ പ്രശ്നമാണ്. ചിലപ്പോൾ ചില ടീച്ചേഴ്സ് മാർക്ക് തരില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ സെക്കൻഡ് ജനറേഷൻ കിട്ടി. എടാ
സെക്കൻഡ് ജനറേഷൻ ഇതാട്ടോ സെക്കൻഡ് ജനറേഷൻ. അപ്പൊ സെക്കൻഡ് ജനറേഷനിൽ എത്ര ടോള്? 1, 2, 3 ടോള്. എത്ര ഡോർഫ്? ഒറ്റ ഡോർഫ്. അപ്പൊ അതിന്റെ റേഷ്യോ എത്രയായിരിക്കും? 3:1. സെക്കൻഡ് ജനറേഷന്റെ റേഷ്യോ 3:1. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഞാനും ഇന്റെ പെണ്ണുങ്ങളും ക്രോസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ജനറേഷനിൽ ഒരു ഒറ്റ കുട്ടീനെ മാത്രം കിട്ടി. അത് ആരുടെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തത്? ഇന്റെ ക്യാരക്ടർ. അപ്പൊ ഇന്റെ പെണ്ണുങ്ങളുടെ എക്സ്പ്രസ് ചെയ്തോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? ഈ കിട്ടിയ ചെങ്ങായിന് എന്തോ പോളിനേഷൻ നടത്തി, സെൽഫ് പോളിനേഷൻ, സ്വപരാഗണം. അങ്ങനെ സെക്കൻഡ് ജനറേഷനിൽ 4 ആൾക്കാരെ കിട്ടി. അതിൽ 3 ആൾക്കാർ വീണ്ടും ഉയരം കൂടിയത്, ഒരാൾ മാത്രം ഉയരം കുറഞ്ഞത്. അതായത് ഫസ്റ്റ് ജനറേഷനിൽ കിട്ടാത്ത ഈ ക്യാരക്ടർ എവിടെ കിട്ടി? സെക്കൻഡ് ജനറേഷനിൽ കിട്ടി. ഫസ്റ്റ് ജനറേഷനിൽ ഹിഡൻ ആയിട്ടുള്ള, റെസസീവ് ആയിട്ടുള്ള, മറഞ്ഞിരുന്ന ചെങ്ങായിന് എവിടെ കിട്ടി? സെക്കൻഡ് ജനറേഷനിൽ കിട്ടി. ഇതാണ് മെന്റലിന്റെ ഹൈബ്രിഡൈസേഷൻ ക്രോസിങ്. ഹാപ്പി അല്ലേ? എൻജോയ്, ഹാപ്പി, സന്തോഷം. ഓക്കെ, വളരെ സംഭവം. ഇനി ഇവിടെ മെന്റൽ ഒരു 4 പോയിന്റ് പറയുന്നു. ഈ 4 പോയിന്റും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് അവസാനിച്ചു. ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ പോയിന്റ്, എ ട്രൈറ്റ് ഈസ് കൺട്രോൾഡ് ബൈ 2 ഫാക്ടർ. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നിട്ടാണ്. സിമ്പിൾ ആണ്. എന്താ? ക്യാപിറ്റൽ ടി വന്നാൽ എന്താണ്? ഉയരം കൂടിയതാണ്. സ്മോൾ ടി വന്നാൽ എന്താണ്? ഉയരം കുറഞ്ഞതാണ്. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വന്നു. വലുതും ചെറുതും വന്നാൽ വലുതിനെ പരിഗണിക്കണം. അപ്പോൾ ഇതെന്താണ്? ഉയരം കൂടിയതാണ്. എന്ന് വെച്ചാൽ ഒരു ചെടി ഉയരം കൂടിയതാണോ ഉയരം കുറഞ്ഞതാണോ എന്ന് തീരുമാനിക്കുന്നത് ആക്ച്വലി ആരാണ്? ഈ വല്യുട്ടിയും കുഞ്ഞുട്ടിയും. ഈ രണ്ട് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു പോയിന്റ് പറയുന്നത്, എ ട്രൈറ്റ് ഈസ് കൺട്രോൾഡ് ബൈ 2 ഫാക്ടേഴ്സ്. ഒരു ട്രൈറ്റ്, ഒരു സ്വഭാവം നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ, 2 ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ്. ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്ന, ഉയരം എന്ന് പറയുന്ന ഒരു സ്വഭാവം കൺട്രോൾ ചെയ്യുന്നത് ഈ വല്യുട്ടിയും ഈ കുഞ്ഞുട്ടിയുമാണ്. സംസാ അത്രേ ഉള്ളൂ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിന്റ് ഇതാ, എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഈസ് സബ്ജക്ട് ടു ഹൈബ്രിഡൈസേഷൻ. ഓൺലി വൺ ഓഫ് ദ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഓഫ്സ്പ്രിംഗ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ. അതായത് ഒന്നാം ജനറേഷനിൽ ഒരു ക്യാരക്ടർ മാത്രമേ കിട്ടുള്ളൂ, ഒന്ന് കിട്ടൂല. അത് എവിടെ കിട്ടും? അത് ദാറ്റ്സ് ഹിഡൻ ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ റീഅപ്പിയേഴ്സ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. അത് എവിടെ കിട്ടും? സെക്കൻഡ് ജനറേഷനിൽ കിട്ടും. ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ അപ്പിയർ ആവാത്ത ഈ ഡോർഫ് എവിടെ കിട്ടി? സെക്കൻഡ് ജനറേഷനിൽ കിട്ടി. സംസാ അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, അതിന്റെ റേഷ്യോ എത്ര ആയിരിക്കും? 3:1. അതായത് ഫസ്റ്റ് ജനറേഷനിൽ കിട്ടാത്ത എന്താണ് റെസസീവ് ട്രേറ്റും അതേപോലെ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയിട്ടുള്ള ഡോമിനന്റ് ട്രേറ്റ് പ്രകടഗുണവും ഗുപ്തഗുണവും തമ്മിലുള്ള അനുപാതം എത്ര ആയിരിക്കും? 3:1. 3:1. ഇവിടെ 3 ടോള്, 1 ഡോർഫ്. അപ്പോൾ അത് 3:1 ആയിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റും എല്ലാവർക്കും കിട്ടും. ഇനി ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു പോയിന്റ് ഇതായിരിക്കും. When gametes are formed, the factors that determine trait get separated without mixing. ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടി കലരാതെ വേർപിരിയുന്നു. ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി, പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതെന്താ സംഗതി എന്ന് വെച്ചാൽ, ഗാമേറ്റ്സ് ഫോം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി, വല്യുട്ടി കുഞ്ഞുട്ടി, ഇവിടുന്ന് ഈ 2 ഗാമേറ്റ്സ് ഫോം ചെയ്യുമ്പോൾ ആ 2 ഗാമേറ്റ്സ് ഫോം ചെയ്യുമ്പോൾ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ എ ട്രേറ്റ് ഗെറ്റ് സെപ്പറേറ്റഡ് വിത്തൗട്ട് മിക്സിങ്. അതായത് ഇവിടെയുള്ള ഈ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ വല്യുട്ടിയും കുഞ്ഞുട്ടിയും, ആ വല്യുട്ടിയും കുഞ്ഞുട്ടിയും എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു വിത്തൗട്ട് ഗെറ്റിംഗ് മിക്സഡ്. അതായത് അവർ മിക്സ് ചെയ്യുന്നില്ല, മിക്സ് ചെയ്യാതെ കൂടിക്കലരാതെ വേർപിരിയുന്നു. ഇവർ പരസ്പരം കൂടിക്കലർന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്റെ ബോഡിൻ്റെ ഉള്ളിൽ തന്നെ ഹൈറ്റ് കൂടിയതിന് കാരണമായിട്ടുള്ള വല്യുട്ടി ഉണ്ട്, ഹൈറ്റ് കുറഞ്ഞതിന് കാരണമായിട്ടുള്ള കുഞ്ഞുട്ടി ഉണ്ട്. അവർ ഇന്റെ ബോഡിയിൽ തന്നെ മിക്സ് ചെയ്തിക്കാണ്ട് എന്ത് ചെയ്യാണ്? ഒരു സാധനം ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എന്താ വരിക? ഇന്റർമീഡിയറ്റ് സാധനമാണ് വരിക. അതായത് ഇന്റെ ബോഡിയിൽ തന്നെ ഹൈറ്റ് കൂടിയതിനുള്ള സാധനമുണ്ട്, ഹൈറ്റ് കുറഞ്ഞതിനുള്ള സാധനമുണ്ട്. അവർ ഇന്റെ ബോഡിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവർ വേറൊരു സാധനം ഫോം ചെയ്യും. അതായത് ഒരു ഇടത്തരം സാധനം, ഒരു ഇന്റർമീഡിയറ്റ് സാധനം ഫോം ചെയ്യും. എന്നിട്ട് അതാണ് അടുത്ത ജനറേഷനിലേക്ക് പോവുക. ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ അവർ മിക്സ് ചെയ്തിട്ടില്ല, അവർ സെപ്പറേറ്റ് ചെയ്തു വിത്തൗട്ട് ഗെറ്റിംഗ് മിക്സഡ്. അതായത് വല്യുട്ടി ആയിട്ടും കുഞ്ഞുട്ടി ആയിട്ടും തന്നെ എന്ത് ചെയ്തു? അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്തു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നമുക്ക് ഈ ഒരു രീതിയിൽ എന്താണ് ഒരു പാറ്റേൺ കിട്ടിയത്. നേരെ മറിച്ച് ഇവിടെ ഇവർ തമ്മിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മിക്സ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത ജനറേഷനിലേക്ക് ആരാ വരിക? ഒരു ഇന്റർമീഡിയറ്റ് സെറ്റപ്പാണ് വരിക. ഇവിടുന്നും ഒരു ഇന്റർമീഡിയറ്റ് സെറ്റപ്പാണ് വരിക, കാരണം ഇവർ തമ്മിൽ മിക്സ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഇന്റർമീഡിയറ്റും ക്രോസ് ചെയ്താൽ എന്താ കിട്ടുക? ഇന്റർമീഡിയറ്റ് കുട്ടിയാണ് കിട്ടുക. അതായത് ഒരു ഇടത്തരം കുട്ടിയാണ് കിട്ടുക. ഹൈറ്റും എന്താണ് ഉയരം കൂടിയതല്ല കുറഞ്ഞതല്ല, ഒരു മീഡിയം സെറ്റപ്പുള്ള സാധനമാണ് കിട്ടുക. പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടിയില്ല. ബിക്കോസ് എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇവർ ഈ ഫാക്ടേഴ്സ്, ഈ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഈ ഘടകങ്ങൾ, ഈ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, വല്യുട്ടി
കുഞ്ഞുട്ടി പോലത്തെ ആളുകൾ അവരെന്ത് ചെയ്തില്ല, മിക്സ് ചെയ്തില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തില്ല. വിത്തൗട്ട് ഗെറ്റിംഗ് മിക്സഡ് ഡ്യൂറിങ് സെപ്പറേഷൻ, ഇങ്ങനെ സെപ്പറേഷൻ നടക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്തില്ല, മിക്സ് ചെയ്തില്ല. അതാണ് ആ ഒരു സംഗതി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ജെനറ്റിക്സിന്റെ ഈ ഒരു ക്രോസിങ്, മോണോ ഹൈബ്രിഡ് ക്രോസിങ് എല്ലാവർക്കും കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ വല്ലുട്ടി കുഞ്ഞുട്ടി സീസൺ തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിക്കുന്നു. ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അറക്കൽ. ഗുഡ് ബൈ.